ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവിടല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയട്ടെ. ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പിടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു എഴുതിയതിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരാനക്ക് ആനന്റെ കഴിവ്. ആനനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ജിന്നും ആനും തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട നമ്മൾ സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ടും പാടില്ല. എന്നാലോ അതിനപ്പുറം ഈ സഹായം ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദ് അതിനപ്പുറം ഈ സഹായം ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എത്തുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടന പ്രശ്നത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സക്കരിയാന്റെ വാക്കുകൾ ഒരു വാചകത്തിന്റെ ഇടയിൽ എടുത്തിട്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാനുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അത് പറഞ്ഞാൽ നമുക്ക് പച്ചയിൽ തുറന്ന് പറഞ്ഞാൽ അത് ജിന്നിനോട് സഹായം തേടുന്നത് ശരിക്കാണ്. അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മുജാഹിദ് അല്ലാതെ ശരിക്കുക എന്ന് പറഞ്ഞാൽ മതി. മറ്റീലെന്നല്ല അവിടെ അത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് ജിന്നിന്റെ കഴിവ്, മനസ്സിന്റെ മനുഷ്യന്റെ കഴിവ്, ഓരോരുത്തർക്കും അവനെ കഴിവനുസരിച്ച് ചെയ്യാൻ കഴിയും. അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല അഭൗതികമായ മാർഗമല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കെ ചിലപ്പോൾ പറ്റുന്നത്. നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിന്നിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല. ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്.